വൃദ്ധൻ ഭയവിഹ്വലനായി നാലുപാടും നോക്കി. ഇരുട്ട് പരക്കാറായിരിക്കുന്നു. ഇന്നും മീനൊന്നും കിട്ടിയില്ല. വെറും കൈയോടെ മടങ്ങുന്ന താൻ മാളത്തിൽ നിന്ന് പൊട്ടി വീണതുപോലെ തവളയുടെ കരച്ചിലുയർന്നു. അത് നീർക്കോലിയുടെ വായിലായിരിക്കുന്നു. ഓർക്കാപ്പുറത്ത് മരണത്തെ കാണുമ്പോഴുണ്ടാകുന്ന നിലവിളി. അതോടുകൂടി കൈകൾ അനങ്ങാതെയായി. തൻ്റെ നാലുപുറവും മരണം എന്ന ഭീകര സത്യം ഈ നേരമത്രയും ഉറങ്ങിക്കിടന്നിരുന്നു. തൻ്റെ കൈകളിൽ ചൂണ്ട, അതിൻ്റെ അങ്ങേ തലപ്പിൽ ഏതു നിമിഷവും മരണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന വരാലുകൾ. ആമ തല കുറെ കൂടി പുറത്തേക്ക് നീട്ടി വൃത്തികെട്ട കാലുകൾ പരത്തി തൻ്റെ നേരെ ഇഴഞ്ഞു വന്നു. ഭയം തോന്നിയപ്പോൾ ഒരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞു. കല്ല് അല്പം മുമ്പിലായി ചേറിൽ പുതഞ്ഞു. അമ്മ ഓരോ കഥകളായിട്ട് പറയും. അപ്പം ഞങ്ങളെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടാണ് ഈ കഥ പറയുന്നത്. രാത്രി കിടക്കുമ്പോൾ താഴെ ഇല്ലയോ, നിരന്ന് കിടക്കുകയല്ലേ. അപ്പോൾ കഥ പറയണം ഉറങ്ങണമെങ്കിൽ. അതിന് ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ഈ കർണൻ എന്താവുന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മഹാഭാരതത്തിലെ കർണൻ, ഭീഷ്മരെ, ഈ രണ്ട് കഥാപാത്രങ്ങളെയൊക്കെ അമ്മ വളരെ ശക്തമായിട്ട് പറയുമായിരുന്നു. അപ്പം അവരുടെയൊക്കെ ആ ദുഃഖങ്ങളും എല്ലാം പറഞ്ഞ് അതെല്ലാം സാംശീകരിച്ചത് കൂടുതലായിട്ടും പത്മരായൻ. അത് പിന്നീട് അയാളുടെ കഥകളിലെല്ലാം വന്നു. അതാണ് ഈ കഥ പറഞ്ഞ് എൻ്റെ ഒരു കഥ പറച്ചിലുകാരനാക്കിയ എൻ്റെ അമ്മ ഞവരയ്ക്കൽ കെ ദേവകി അമ്മയ്ക്ക് സമർപ്പണം എന്ന പുസ്തകങ്ങളുടെ എല്ലാം സത്യമാണ്, കറക്റ്റാണ്. 2.5 വയസ്സിൻ്റെ വ്യത്യാസമായിരുന്നു എന്നെക്കാട്ടിലും താഴെയായിരുന്നു പത്മരായൻ. എങ്കിലും ഏതാണ്ട് വിദ്യാഭ്യാസം ഏതാണ്ട് ഒരേ കാലയളവിലായിരുന്നു. 10ാം ക്ലാസ് വരെയും പോയി. 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാനൊരു ക്ലാസ് മുമ്പിലാണ്, പത്മരായൻ ഒരു ക്ലാസ് താഴെ. ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ അടുത്തൊരു LP സ്കൂളുണ്ട്. അതിനു മുമ്പ് പള്ളിയുണ്ട്. പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ്. എഴുത്തുപള്ളിയിരുന്ന അരീശ്രീ പഠിക്കുന്ന ഒരു കാലമുണ്ട്. ഒരു ചെറിയ ഒരു ഓല ഷെഡിനകത്തിൽ കൈകൊണ്ട് താഴെ മണ്ണിൽ എഴുതണം ഹരി. അങ്ങനെ എഴുത്തക്ഷരം വശമായി കഴിഞ്ഞിട്ട് കണക്ക് പഠിപ്പിക്കും. ആ കാലത്തൊക്കെ അങ്ങനെ. ഇത്രയൊക്കെ വശമായി കഴിയുമ്പോഴാണ് സ്കൂളിലേക്ക് എൻട്രി കിട്ടുന്നത്. സ്ലേറ്റും കൊണ്ടാണ് പോകുന്നത്. ഇവിടെ അടുത്താണ് ചിങ്ങോലി LP സ്കൂൾ. അവിടെ 5ാം ക്ലാസ് വരെ അന്ന്. അപ്പോൾ അതിൻ്റെ സാറന്മാരൊക്കെ ഇവിടെയൊക്കെ അടുത്തുള്ളവരുമൊക്കെയാണ്. എല്ലാം ഇച്ചിരി ബന്ധവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഒരു ബന്ധുക്കളുടെ ഇടയ്ക്കിരിക്കുന്ന പോലെയുള്ളായിരുന്നു അവിടെ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് പിന്നെ കോളേജിലേക്ക് വരുന്നത്. MG കോളേജിലായിരുന്നു, പ്രീ യൂണിവേഴ്സിറ്റി. അന്നിപ്പോൾ പ്രീ ഡിഗ്രി അല്ല, പ്രീ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ മുതൽ ഏതാണ്ട് ഒന്നിച്ച് ആണ് പിന്നെ ഈ പഠനകാലം മുഴുവൻ. പ്രൊഫസർ MP മന്മഥനാണ് MG കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടിരിക്കുന്നത്. മന്മഥൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ അസാധ്യ ക്ലാസ്സുകളായിരുന്നു മലയാളത്തിന്. അതൊക്കെ പുള്ളിക്ക് വളക്കൂറായി എഴുത്തിന്. മന്മഥൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ 1 മണിക്കൂർ ഇരുന്നാൽ നമ്മൾ അറിയത്തേയില്ല. പിന്നെ മേളോട്ട് ചെന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലോട്ടാണ് കയറുന്നത്. അവിടെയും മനോഹരമായ മലയാളം ക്ലാസ്സുകളാണ്. തിരുനെല്ലൂർ കർണകാരൻ, ONV, ഓമനക്കുട്ടൻ, ഇവരൊക്കെയാണ്. ഓരോ ഇപ്പോൾ ഗ്രീക്ക് നാടകം പഠിപ്പിക്കുമ്പം പിന്നെ തിരുനെല്ലൂരായിരിക്കും വരുന്നത്. ശാകുന്തളം പഠിപ്പിക്കുമ്പോഴും തിരുനെല്ലൂരായിരിക്കും വരുന്നത്. ഓമനക്കുട്ടൻ കുറച്ച് ഹാസ്യമായിട്ടുള്ളതൊക്കെ വരുമ്പോൾ പുള്ളിക്കായിരിക്കും ക്ലാസ്. പിന്നെ ഗ്രീക്ക് നാടകങ്ങളുടെ ക്ലാസ് നന്നായിട്ട് എടുക്കുന്നത് ONV സാറാണ്. അതൊരു കവിത പോലെ എടുക്കും. അപ്പോൾ അവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്ക് കിട്ടി. പത്മരായനും ഞാനും കൂടെ ഈ വളർന്ന് 18 വയസ്സ് 20 വയസ്സ് വരെ ഉള്ളായിരുന്നു ഞങ്ങൾ ഒന്നിച്ചുള്ള ഇവിടുത്തെ ജീവിതത്തിൽ. ആ കാലയളവിലൊന്നും ഞാനൊരു സാഹിത്യകാരനെ പത്മരായനെ കണ്ടിട്ടില്ല, വാസ്തവത്തിലില്ലായിരുന്നു. അങ്ങനെ സാഹിത്യരചന അവിടെ പടിഞ്ഞാറ മുറിയിലിരിക്കും. അന്ന് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു ക്യാപ്റ്റൻ പത്മാഷൻ. അദ്ദേഹം വലിയ വായനക്കാരൻ, നന്നായിട്ട് എഴുതുകയും ചെയ്യുമായിരുന്നു. ഒരുപാട് കഥകൾ എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ അടുത്തൊരു വായനശാലയുണ്ട്, ഏവൂർ ദേശബന്ധു വായനശാല. പുള്ളി ഇവിടുന്ന് നടക്കും വൈകിട്ട് ഈ വരമ്പ് വഴി വിട്ട് ഏവൂർ ദേശബന്ധുവിൽ പോയി പുസ്തകങ്ങൾ ഒരു 4-5 എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വായിച്ച് അമ്മ ഈ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചു പോയി. ഈ സർവ്വ നോവലും ചെറുകഥകളും അമ്മയും കൂടെ വായിച്ചു. അമ്മയോട് ചോദിച്ചു, അമ്മ ഇതൊക്കെ എങ്ങനെ വായിച്ചു അന്ന് ഈ സംസ്കൃതം? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു സംസ്കൃതത്തിൽ. ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ് ചേപ്പാട് അച്യുത വാര്യർ. വലിയ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. വലിയമ്മ അവരെ എല്ലാവരും സംസ്കൃതം പഠിപ്പിച്ചു, അമ്മാവന്മാരെ. അപ്പം അന്നേ സാഹിത്യത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു.
ഈ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്നു. പത്മരാജനെയും പഠിപ്പിക്കാൻ അമ്മ പറഞ്ഞൊരിക്കൽ അച്യുതവാര്യർ സാറിന്, ഇവന് കുറച്ച് സംസ്കൃതം പറഞ്ഞു കൊടുക്കരുതോ സാറേ, ഞാൻ നോക്കാം. അപ്പം ഒരു പുസ്തകവും കയ്യിലില്ല സാറിന്. ഈ സംസ്കൃത പദങ്ങളും പദ്യങ്ങളും മുഴുവൻ കാണാൻ മനപ്പാടത്തിൽ നിന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥങ്ങളോ ശാകുന്തളമൊക്കെ വളരെ തെളിച്ചങ്ങ് പറയും. ശൃംഗാരമൊന്നും പൊതിയരുതെന്നാണെന്ന് പറഞ്ഞു കൊടുത്ത്. ഒന്നും പൊതിയരുത് പത്മരാജ. ഏത് സാഹിത്യം അതായത് അതിൻ്റേതായ രീതി അനാവൃതമാക്കി വേണം അവതരിപ്പിക്കാൻ. അയാളുടെ ആദ്യത്തെ ചെറുകഥ ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ്, ഇപ്പോൾ അത് ലോല ലാല എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. ആ ഒറ്റ കഥയായിരുന്നു. കൗമുദി ബാലകൃഷ്ണൻ ആണത് പ്രസിദ്ധീകരിച്ചത്. അന്ന് ഞാൻ കണ്ണൂരാണ്. അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, തൃശ്ശൂരാന്ന്. പത്മരാജൻ തൃശ്ശൂരിരിക്കുക. 1965 അന്ന് 65 മെയ്യിലാണ് ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ പിന്നെ ആദ്യമായിട്ടൊരു ലൈവായിട്ടുള്ള പ്രക്ഷേപണം തുടങ്ങുന്നത്. 9-9:30 മണിയാകുമ്പോഴേക്കും പ്രക്ഷേപണം കഴിയും. പിന്നെ ഉച്ചയ്ക്കലേ തുടങ്ങുള്ളൂ. അതുവരെയുള്ള സമയം ഞങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പലതിനെ പറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കഥ വരുന്നുണ്ട് ഇക്കുറി. എൻ്റെ പേര് ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്നൊരു കഥയാണ്. കൗമുദിയിൽ, കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയിലാണ് പ്രസിദ്ധീകരിച്ച് വരുന്നത്. കെ ബാലകൃഷ്ണനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പഴവില രമേശനാണെന്നാണ് എൻ്റെ ഓർമ്മ. ലോല എന്ന അമേരിക്കൻ പെൺകിടാവിൻ്റെ കഥ ആദ്യമായിട്ട് കൗമുദി വരാൻ കാരണത്തിന് അതിൻ്റെ ഒരു ക്ലെയിമൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരു സംഗതിയുണ്ട്. അപ്പം പത്മരാജൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു എഴുത്തുകാരനാകാനുള്ള ആഗ്രഹം മാത്രം ധ്വനിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനോഹരനായ ചെറുപ്പക്കാരൻ. സൗന്ദര്യത്തിലും പിന്നെ സംഭാഷണ ചാതുരിയിലും എല്ലാം ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്മരാജൻ ഒരിക്കൽ ഒരു ചെറുകഥ എഴുതി എൻ്റെ കയ്യിൽ തരാതെ ഞാൻ പത്മരാജൻ എണീറ്റ് പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി. പി പത്മരാജൻ എന്ന് ആദ്യം കണ്ടുകൊണ്ടാണ് ഞാനിത് നോക്കുന്നത്. അപ്പോൾ അതിന് പേരിട്ടേക്കുന്നത് വേറെ ഏതോ ഒരു പേരിട്ട്, അമേരിക്കൻ പെൺകിടാവെന്നോ ലോലയെന്നോ ഒന്നുമില്ല. അപ്പം അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് ലോല എന്ന അമേരിക്കൻ പെൺകിടാവിൻ്റെ കഥ. അപ്പം ഞാൻ ഇത് എടുത്ത് വെച്ചൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞെന്നെ അതിനകത്ത് എഴുതി തുടങ്ങുന്നവരുടെ ചില അപക്വ രീതികളുണ്ടെങ്കിലും വൈകാരികമായ ഒരു മൂർത്തമായ എന്തോ ഒരു സംഗതി മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങോട്ട് അതിലേക്ക് അള്ളിപ്പിടിച്ച് അടുപ്പിക്കുന്ന എന്തോ ഒരു ഭാവതലം ഉള്ള ഇതായിട്ട് തോന്നി. ഞാൻ ഈ പേര് മാറ്റി ലോല എന്ന അമേരിക്കൻ പെൺകിടാവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടിട്ട് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിലെല്ലാം ചില ചേഞ്ചുകൾ വന്നു. പക്ഷേ എന്നാലും അതിൻ്റെ രചനയിൽ നമ്മൾ ഈ ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ഒരു അവബോധ തീഷ്ണതയിലുമൊക്കെ ഒരു വലിയ പ്രത്യേകത, ഏതോ ഒരു വലിയൊരു കണ്ടെത്തലിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അന്നുണ്ടായി. ഞാൻ ഇത് പ്രസിദ്ധീകരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ രാത്രി അവിടെ ഇരുന്നിട്ട് അതിൻ്റെ പിറ്റേ ആഴ്ച രാത്രിയിൽ അവരിത് പറഞ്ഞു, ഇതൊരു ഇക്കിളി നോവലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് കത്തുകൾ ഇതിനെക്കുറിച്ച് വന്നു. അത് പുള്ളി ഒരിക്കൽ ചോദിച്ചു, പത്മനാഭൻ്റെ സാഹിത്യത്തിൽ എല്ലാ ഒരു തരം പൈങ്കിളി കൂടുതലാണല്ലോ, ശൃംഗാരം കൂടുതലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെൻ്റെ ഗുരു എനിക്ക് അതാ പറഞ്ഞത്. അതാരാന്ന് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കാളിദാസൻ എവിടെ പൊതിഞ്ഞു? എങ്ങും പൊതിഞ്ഞിട്ടില്ല. വളരെ തുറന്ന കുമാരസംഭവവും ഇതുമെല്ലാം ജയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇത്. അപ്പോൾ ആ ഒരു ശീല എനിക്കും വന്നു പോയതാണ്, എൻ്റെ കുറ്റം തന്നെ. അങ്ങനെ ഈ കഥ ഒരു വലിയ ഒരു സംഭവമായിട്ടങ്ങ് മാറുക. ലോല എന്ന അമേരിക്കൻ പെൺകിടാവിൻ്റെ കഥ. പത്മരാജൻ അവസാനം 2 ആഴ്ചത്തേക്ക് അവിടെ നിന്ന് കയറുവാനും ആൾ ഇന്ത്യ റേഡിയോയിൽ പോകാനും പറ്റാതെ വന്നത്. അത്ര ഒരു വല്ലാത്ത ഒരു തീക്ഷ്ണമായ അനുഭവമായി. ഇപ്പോൾ പത്മരാജന് നമ്മളിത് പറയുമ്പോൾ തന്നെ പത്മരാജന് നാണവും. കൗമുദിയിൽ ഒരു കഥ, അതും ആദ്യ കഥ വരിക എന്നത് അക്കാലത്ത് കിട്ടാവുന്ന
ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. ഫെലോഷിപ്പ് കിട്ടി അമേരിക്കയിലെത്തിയ ഒരു യുവാവ് അവിടുത്തെ ഒരു പെൺകുട്ടിയുമായി തീവ്രമായ പ്രണയത്തിലാകുന്നത്. ആ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കഥയാണ് ലോല എന്ന ഈ കഥയിൽ പറയുന്നത്. അതുവരെ മലയാളത്തിൽ വന്നിട്ടില്ലാത്ത ചെറുകഥകളുടെ ഒരു വല്ലാത്ത ത്രിമാന സംസ്കൃതി എന്ന് പറയുന്നത്, എൻ്റെ നീളം, വീതി, പൊക്കം ഇതെല്ലാമുള്ള ഒരു ഭാവം ആദ്യമായിട്ടൊരു കഥയിൽ ഞാൻ കാണുന്നതാണ്. ഞാൻ ചെറുകഥയെക്കുറിച്ച്, ചെറുകഥയുടെ രീതിയെക്കുറിച്ച്, ചെറുകഥയുടെ സാങ്കേതിക വശത്തെക്കുറിച്ചെല്ലാം ഒരുപാട് ചിന്തിക്കുന്ന സമയമാണ്, എഴുതാറില്ലെങ്കിലും. അപ്പോഴാണ് ഈ കഥ വരികയും ഈ കഥയിൽ മുതുകുളത്തുകാരനായ ഒരു നാടൻ മനസ്സിൻ്റെ ഉടമ ഈ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ ഒരു പെൺകിടാവിനെക്കുറിച്ച് അതൊക്കെ എഴുതുന്നത്. അതിനകത്ത് എനിക്ക് പെട്ടെന്നൊരു മാനസികമായ ഒരു വിഭ്രാന്തി പോലെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഒരു വിഡംബനം എന്ന് പറയുന്നത്, താതാത്മ്യ ഭവനം എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് മറ്റൊന്നായിട്ട് സ്വയം മാറാനുള്ള ഒരു എഴുത്തുകാരൻ്റെ കഴിവ്, ഞാൻ ആദ്യം ഒരു സാഹിത്യകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ, വളരെ പക്വമതിയൊന്നും അല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ പക്വമായ ഒരു വലിയ മാനസിക വിശാലത കാണുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞുകൊണ്ട് വേറെ ഒരു നോവലറ്റ്, 6 ലക്കത്തിൽ നിൽക്കുന്ന ഒരു കഥ, ഒരു നോവൽ. അപ്പോൾ ഞാനത് എൻ്റെ നാട്ടിൽ ഈ വെള്ളത്തിലൂടെ നൈമ്പ് ഓടിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ, നിലാവുള്ള രാത്രികളിൽ ആ ഉപ്പുവെള്ളത്തിൽ നിലാവ് തട്ടിയിട്ട് വരുന്ന ഒരു പ്രകാശം ഉണ്ട്. അപ്പോൾ ഞാൻ കെ ബാലകൃഷ്ണൻ്റെ രീതിയിൽ അതിനൊരു പേരിട്ട് ജലജ്വാലയെന്ന്. എന്നിട്ട് ഈ നോവൽ അത് എഴുതിയിട്ട് അതിന് പേര് കൊടുത്തു ജലജ്വാല. എന്നിട്ട് ഇതാണ് ആദ്യം പത്മരാജൻ്റേതായി പ്രസിദ്ധീകരിക്കുന്ന നോവലറ്റ്. ഞങ്ങളുടെ അന്ന് ബോസായിരുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രോഗ്രാംസിൻ്റെ, സത്യഭാമ എന്ന് പറഞ്ഞിട്ട് അവരായിരുന്നു. അപ്പോൾ അവരാണ് കഥ എഴുതിത്താ ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞ് എൻ വി കൃഷ്ണവാര്യർക്ക് ഒരു കഥ, ചൂണ്ടൽ എന്നുള്ള കഥയാണ് ആദ്യമായിട്ട് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത്. അയച്ചു കൊടുക്കുന്നത് ഇവരാണ്. സത്യഭാമയുടെ ഒരു റെക്കമെൻഡേഷനോട് കൂടിയാണ്. അന്ന് MT അവിടെയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തുരുതുര മാതൃഭൂമിയിൽ കഥകൾ വരാൻ തുടങ്ങി. 67 തിരുവനന്തപുരത്ത് വന്നു. പി പത്മരാജൻ ആകാശവാണിയിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം സാഹിത്യരംഗത്തേക്ക് വരുന്നത് 60കളുടെ മധ്യത്തിലാണ്. ആ കാലഘട്ടത്തിനൊരു സവിശേഷതയുണ്ട്. ആ കാലഘട്ടം ആധുനികതയുടെ കാലഘട്ടമായിരുന്നു. പാരമ്പര്യങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട്, എല്ലാ സദാചാര മൂല്യങ്ങളെയും തകർത്തടിച്ചുകൊണ്ട് ഒരു പുതിയ കഥാകഥന ശൈലി ആവിഷ്കരിച്ച് കാക്കനാടനും മുകുന്ദനും OV വിജയനുമൊക്കെ വരുന്ന ആ കാലഘട്ടം, അത് പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നുണ്ടായ പ്രചോദനമാണ്. പക്ഷേ ആ ആധുനികതയുടെ വക്താവായി അറിയപ്പെടുന്നില്ലെങ്കിലും പി പത്മരാജനും ആധുനികതയുടെ ചേരുവകളെല്ലാം ചേർത്താണ് അദ്ദേഹത്തിൻ്റെയും രചനകളൊക്കെ അന്ന് വന്നിട്ടുള്ളത്. നക്ഷത്രങ്ങളെ കാവൽ എന്ന കൃതി, അതാണ് ഏറ്റവും പ്രശസ്തമായ കൃതി. അതിനാണ് അവാർഡും സാഹിത്യ അക്കാദമി അവാർഡുമൊക്കെ നേടിയ കഥയാണ്. എനിക്ക് പലപ്പോഴും പത്മരാജൻ എന്ന് പറയുന്ന ചലച്ചിത്രകാരനെ ധാരാളമായിട്ട് കൊണ്ടാടുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ധാരാളമായിട്ട് കൊണ്ടാടപ്പെടുന്നുണ്ട്, അദ്ദേഹത്തെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ പത്മരാജൻ എന്ന എഴുത്തുകാരൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, ആ നിലകളിൽ അദ്ദേഹത്തെ മലയാള സാഹിത്യം, മലയാള സംസ്കൃതി തീരെയും അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് ഇനിയും അദ്ദേഹത്തിൻ്റെ ആഴമാർന്ന അദ്ദേഹത്തിൻ്റെ ആ മേഖലകൾ, കഥയുടെയും നോവലിൻ്റെയും ഒക്കെയുള്ള മേഖലകൾ തീർച്ചയായിട്ടും ഇനി ധാരാളം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൽ പലപ്പോഴും പത്മരാജൻ എന്ന് പറയുമ്പോൾ സാഹിത്യത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ, പരിമിതമായ തോതിലെങ്കിലും അടയാളപ്പെടുത്തുമ്പോൾ തന്നെ പലപ്പോഴും പലരും പറയാറുള്ളത് ഒരു ഗന്ധർവൻ സാന്നിധ്യം എന്ന രീതിയിലാണ്. ഒരു ഗന്ധർവനായ, ഒരു കാൽപ്പനികതയുടെ ഒരു സ്പർശമുള്ള ആ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലാണ് പലപ്പോഴും അവതരിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതുതന്നെ വളരെ ഒരു ന്യൂനീകരണമാണ്. പത്മരാജൻ എന്ന് പറയുന്ന എഴുത്തുകാരനോടുള്ള ഒരു അനീതിയാണ് അദ്ദേഹത്തിലെ ആ ഒരു കള്ളിയിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത്. പത്മരാജൻ ആ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ജനുസിൽ അല്ലെങ്കിൽ ഒരു കള്ളിയിൽ ഒതുങ്ങുന്ന ഒരു എഴുത്ത് വ്യക്തിത്വമല്ല. കാക്കനാടിൻ്റെ സാക്ഷി എന്നുള്ള നോവല് 1966 ആധുനികതയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ
65-ലാണ് പത്മരാജൻ്റെ ലോല എന്നുള്ള ചെറുകഥ വരുന്നത്. അദ്ദേഹം യാത്ര എന്നുള്ള മാസികയിൽ എഴുതിയ താഴ്വാരം എന്ന നോവൽ അപൂർണമായ നോവലാണ്. അതിനുശേഷം നക്ഷത്രങ്ങളെ കാവൽ വരുന്നു. 70-കളിൽ ആധുനികത മലയാള സാഹിത്യത്തിൽ ഏറ്റവും ശക്തമായി നിലനിന്ന ആ ഒരു സമയത്തും അദ്ദേഹം നിരവധി കഥകളും നോവലുകളും എഴുതി. ആധുനികതയുടെ കാലത്താണ് പത്മരാജനും എഴുതി തെളിഞ്ഞു നിന്നത്. പക്ഷേ അപ്പോഴും ആ പുതിയ ഭാവുകത്വവുമായി ഉറ്റ ബന്ധം പുലർത്തുമ്പോഴും ആ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പത്മരാജൻ്റെ ഒരു വഴി ഉണ്ടാക്കിയെടുത്തു. ആരുടെയും അനുകരണമില്ലാതെ ഒരു സ്വകീയമായ മൗലികമായ ഒരു ആവിഷ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകൾ ഒക്കെയും. പക്ഷേ അദ്ദേഹം ആധുനികത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലോ അതിൽ മാത്രമൊന്നും ഒതുങ്ങി നിന്നിട്ടില്ല. ഒരു കാലത്തും ആധുനികതയുടെ കാലത്ത് തന്നെ എഴുതുമ്പോഴും അതിനുശേഷം എഴുതുമ്പോഴും ഒക്കെ തന്നെ പത്മരാജൻ്റെ രചനാലോകം എന്ന് പറയുന്നത് വളരെ വൈവിധ്യമാർന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമേയങ്ങൾ അത് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, അത് വളരെ ചില കാൽപ്പനികമായിട്ടുള്ള പ്രമേയങ്ങളുണ്ട്. അങ്ങേയറ്റം കാൽപ്പനികതയുടെ മുഖത്ത് കാറിത്തുപ്പുന്ന രീതിയിലുള്ള, അങ്ങേയറ്റം അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള കഥകളുണ്ട്. ധിക്കാരത്തിൻ്റെ കഥകളുണ്ട്, വളരെ കാരുണ്യത്തിൻ്റേതായ കഥകളുണ്ട്, പ്രണയത്തിൻ്റെ കഥകളുണ്ട്, ബന്ധങ്ങൾ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധങ്ങളുടെ അതിൻ്റെ ഒരു വലിയ നിര തന്നെയുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധങ്ങളുടെ കഥകളുണ്ട്, ദാമ്പത്യത്തിൻ്റെ കഥകളുണ്ട്, അതിൻ്റെ വളരെ വിഷാദഭരിതമായ മേഖലകൾ സ്പർശിക്കുന്ന കഥകളുണ്ട്. അങ്ങനെ പ്രമേയത്തിൻ്റെ ഒരു അമ്പരപ്പിക്കുന്ന വൈവിധ്യമാണ് ഒരുപക്ഷെ മറ്റ് പല എഴുത്തുകാരെക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ 200ഓളം കഥകൾ, പത്മരാജൻ്റെ 200ഓളം കഥകളും അദ്ദേഹത്തിൻ്റെ 12 നോവലുകളും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു രചനാപ്രപഞ്ചം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കേരളീയത ഈ കഥകളിലെല്ലാം ഉണ്ടായിരുന്നു. മറ്റുള്ള ആളുകൾ വൈദേശിക സ്വഭാവമുള്ള ഈ കേരളത്തിൽ വേരിറങ്ങാത്ത സാഹിത്യ പദ്ധതികളും കഥാപാത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ പത്മരാജൻ കേരളീയമായ പശ്ചാത്തലത്തിൽ ആധുനികതയുടെ സ്വാധീനത്തെ എടുത്ത് ചാർത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കാൽപ്പനികതയും മോഡേണിസവും ചേരുന്ന ഒന്നാണ്. പത്മരാജൻ്റെ പല കഥകളും ആ വിധത്തിലുള്ളതാണ്. MTയുടെ രചനാരീതിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ആദ്യ കാലഘട്ടത്തിൽ പത്മരാജൻ്റെ കഥകൾ വന്നിരിക്കുന്നത്. അതിലെ കാൽപ്പനിക സ്വഭാവമാണ് കൂടുതൽ ആകർഷിച്ചത്. പക്ഷേ കാൽപ്പനിക വിരുദ്ധമായ ഭാവമായിരുന്നു ആധുനികതയുടേത്. അതുകൊണ്ട് ആധുനികതയിൽ ഒരു കാല് ചവിട്ടി നിൽക്കുകയും മറുകാലിൽ യാഥാസ്ഥികമായ കാൽപ്പനിക ബോധത്തിലേക്ക് നിൽക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് പത്മരാജൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ആധുനികതയുടെ കണക്കെടുക്കുമ്പോൾ പത്മരാജന് പകുതിയെ അവിടെ സ്ഥാനം കിട്ടുന്നുള്ളൂ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ നോവലുകൾ അനേകം വായനക്കാരെ ഉണ്ടാക്കി. മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾക്കൊക്കെയും അങ്ങനെ ഒരു വശീകരണ ശക്തി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ആധുനികതയുടെ സ്വഭാവമുള്ള ഒരു നിഷേധ സ്വഭാവമുള്ള നായക സങ്കല്പമുണ്ടായിരുന്നു. ആ നായകന്മാരെ ഒരു റൊമാൻറ്റിക് ഔട്ട്സൈഡർ, കാൽപ്പനികനായ അന്യൻ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ പത്മരാജൻ്റെ കഥകളെയും ഇതുപോലെ നമ്മൾ വേണ്ട വിധം പഠിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ പത്മരാജനിലെ നോവലിസ്റ്റിനേക്കാൾ ചെറുകഥാകൃത്താണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ചൂണ്ടൽ പോലെയുള്ള കഥ, ലോല പോലെയുള്ള ചെറുകഥ, അപരൻ തുടങ്ങിയ ആ ദ്വന്ദ്വ വ്യക്തിത്വങ്ങളുടെ കഥ, ഇതൊക്കെ സിനിമയാകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മലയാള ചെറുകഥയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം ലഭിക്കേണ്ട കഥകൾ തന്നെയാണ്. എന്തുകൊണ്ടോ ഈ കഥകളെ സൂക്ഷ്മമായി പഠിക്കുവാനോ അതിനെ വിലയിരുത്തുവാനോ ഉള്ള ശ്രമങ്ങൾ അക്കാഡമിക് മേഖലയിൽ നടന്നു കണ്ടിട്ടില്ല. പത്മരാജൻ എന്ന സാഹിത്യകാരനെ കൃത്യമായും സൂക്ഷ്മമായും വിലയിരുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ സാഹിത്യ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 1975 ശേഷം പത്മരാജൻ്റെ കഥകളിൽ വല്ലാത്തൊരു വ്യത്യാസം വരുന്നുണ്ട്. മറ്റു കഥാകൃത്തുക്കളെ അപേക്ഷിച്ച് പറയേണ്ട ഒരു കാര്യം, കഥാസ്വരൂപം കഥയിലുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. അപ്പം മുകുന്ദൻ്റെയും കാക്കനാടൻ്റെയും വിജയൻ്റെയും ഒക്കെ ചെറുകഥകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കഥയുടെ സൂക്ഷ്മഭാവങ്ങളിലേക്ക് കൂടിയിട്ട് പോകുന്ന ചില തന്തുക്കൾ മാത്രമേ ഉള്ളൂ. പത്മരാജൻ്റെ ആണെങ്കിൽ ഒരു കഥ പറയുന്ന രീതിയാണ്. ആദ്യമധ്യാന്തപുരുത്തമോ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഒക്കെ ചെറിയ കഥയായാൽ പോലും അതിനകത്തൊരു കഥാസ്വരൂപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റെഴുത്തുകാരിൽ നിന്ന് പത്മരാജനെ വ്യതിരിക്തനാക്കുന്നത്. അപ്പം വളരെ പ്രധാനമായിട്ട് മലയാള കഥയിൽ ഈ ലൈംഗികതയും മൃത്യുവും,
അഥവാ മൃത്യുവും സെക്സും കാര്യമായി ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. വളരെ അപൂർവം എഴുത്തുകാർ മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ. ഒരു ജീവിതത്തിൻ്റെ ആസക്തിയെപ്പറ്റിയും ആത്യന്തികമായ മരണത്തെപ്പറ്റിയുമുള്ള ബോധമുള്ള കഥകളാണ്. അദ്ദേഹത്തിന് ചൂണ്ടൽ എന്ന കഥ ഒറ്റ കഥ മതി ഈ ബോധത്തെ മുഴുവൻ വെക്കുന്ന. ആളുകൾ അക്കാലത്ത് പറഞ്ഞ ഹെമിംഗയുടെ കിഴവനും കടലുമായി സാമ്യമുണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധൻ്റെ ചൂണ്ടയും അതിൽ കുരുങ്ങുന്ന കാമനകളുമൊക്കെ ആ കഥയെ വല്ലാതെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർമ്മ എന്ന് പറഞ്ഞ ഒരൊറ്റ കഥ. ഈ സ്മൃതി ഭ്രംശം വരുമ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന വിക്രിയകൾ അത് അവൻ്റെ ജീവിതാവബോധത്തിലേക്ക് പോകുന്ന ആഴത്തിലുള്ള ഒരു കാര്യമായി പത്മരാജൻ്റെ കഥകളിൽ കാണുന്നുണ്ട്. പിന്നീട് ഈ കഥകളിലെല്ലാം തന്നെ മാന്ത്രിക സ്പർശം പോലെ സ്വപ്ന യാഥാർത്ഥ്യങ്ങളുടെ സങ്കലനമുണ്ട്. അത് പല കഥകളിലുമാണ്. എടുത്തു പറയേണ്ട ഈ പ്രവണതകൾക്ക്, ഈ ശില്പങ്ങൾക്ക് അപ്പുറമായിട്ടുള്ളൊരു കഥ പുലയനാർ കോട്ട എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് സ്വഭാവമാണ്. മരണമാണ് ഇതിലെ വിഷയം. പുലയനാർ കോട്ട, ആനക്കണി, ഇങ്ങനെയുള്ള ചില കഥകൾ സാധാരണ നിരൂപകർ പറയുന്നതിനപ്പുറത്തേക്ക് പുതിയ കാലം വായിക്കുന്ന കഥകളാണ്. ഇപ്പോൾ ആധുനികതയുടെ കാലം കഴിഞ്ഞു, ആധുനികത മരിച്ചു എന്ന് ആ കാലഘട്ടത്തിലെ ആധുനികതയുടെ നിരൂപകൻ തന്നെയായ നരേന്ദ്രപ്രസാദ് 84 പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പുതിയ കാലഘട്ടത്തിൽ പത്മരാജൻ്റെ കഥകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ആധുനികതയുടെ ജാജ്വല്യമാനമായ ഭാവങ്ങളെന്നൊക്കെ പറയാവുന്ന രീതിയിൽ അസ്തിത്വവാദം അങ്ങനെയുള്ളതെല്ലാം ഇല്ലാതാവുകയും ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ പത്മരാജൻ്റെ കഥകൾ നിൽക്കുന്നതായി നിന്നു. പത്മരാജൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ വൈവിധ്യം, അതിൻ്റെ ഒരു ശക്തി, ഒരുപക്ഷെ ഫെമിനിസ്റ്റ് സ്വഭാവമുള്ള ഏറ്റവും ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ പത്മരാജൻ അവതരിപ്പിച്ചു. പ്രമേയത്തിൻ്റെ വൈവിധ്യം, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആവർത്തനങ്ങളില്ലാതെ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെ രചനയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. തീത്താലി എന്ന കഥയിലാണെങ്കിൽ അതിൽ ഒരു വേശ്യാലയത്തിൽ പെട്ടുകിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർ വിവാഹിതയാണ്. അപ്പോൾ ഭർത്താവ് അവരെ ഒളിച്ച് കാണാൻ വരുന്നതിൻ്റെ ഒരു ദൃശ്യമാണ്. ഭർത്താവ് ഒരു രാത്രിയിൽ ഒളിച്ച് കാണാൻ, ഇവർ വേശ്യയാണ്, പക്ഷേ അതേസമയം തന്നെ അത് ഭർത്താവിനോട് അഗാധമായ സ്നേഹമുണ്ട്. ആ ഒരു പ്രത്യേക അവസ്ഥ, എന്താ പറയുന്നത്, ഒരു ലൈംഗിക തൊഴിലാളി ആയിരിക്കുമ്പോൾ തന്നെ ഒരു ദാമ്പത്യത്തിൽ ഒരു പങ്കാളിയാണ്, നിവൃത്തികേടുകൊണ്ട് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നു. പക്ഷേ ആ ഒരു സ്നേഹം, അവർ ദമ്പതികളുടെ ഒരു സ്നേഹം എന്നുള്ളത് അതിനകത്ത് ആവിഷ്കരിക്കുന്നത് അവിശ്വസനീയമായ ഒരു 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 മാന്ത്രികതയായിട്ട് നമുക്കത് കാണാൻ കഴിയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ദാമ്പത്യ പ്രണയം എന്ന് പറയുന്നത്, അതൊക്കെ എനിക്ക് മലയാളത്തിൽ വേറെ ഒന്നുമില്ല, മറ്റു ഭാഷകളിൽ തന്നെ എൻ്റെ അറിവിലില്ല അങ്ങനെ ഒരു കഥ ആ രീതിയിലൊക്കെ അതിനെ ആവിഷ്കരിക്കുന്ന കഥ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് എന്തെന്നില്ലാത്ത ഒരു ലാവണ്യമുണ്ടായിരുന്നു. മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചടക്കുന്ന, കീഴടക്കുന്ന മുഗ്ധമായ ഒരു ആഖ്യാനകല. ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ അടിത്തട്ടോളം ചെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത തരത്തിൽ ഒരു ചിത്രമുണ്ടാക്കുന്നു അദ്ദേഹം. ആ കഥകളൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു. ഗ്രാമത്തെയും നഗരത്തെയും ഒരുപോലെ മനസ്സിലാക്കി ഗ്രാമജനതയുടെ സൂക്ഷ്മഭാവങ്ങളെ അവതരിപ്പിച്ചു. അതേസമയം നഗരജീവിതം എത്രമാത്രം ആധുനികതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, എങ്ങനെയാണ് നഗരത്തിൽ മനുഷ്യൻ സ്വതന്ത്രനും ഒറ്റപ്പെട്ടവനും അതേസമയം ഒരു അരാജകതയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം നയിക്കുന്നതും എന്നൊക്കെ പത്മരാജൻ്റെ രചനകളെ സൂക്ഷ്മമായി പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും. ഈ നാട്ടുമൊഴിയുടെ ഏത് പറയുന്ന കഥ അതായത് പ്രദേശത്തിൻ്റെ ഭാഷ ആവിഷ്കരിക്കാൻ അപാരമായൊരു കഴിവുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഓണാട്ടുകര പ്രദേശം അദ്ദേഹത്തിന് പരിചയം, അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഓണാട്ടുകരയിൽ നിന്നുള്ള പല കഥകളിലും ആ ഓണാട്ടുകരയുടെ വഴക്കമുണ്ട്. അത് അതിമനോഹരമായ ആ ഭാഷ അങ്ങനെ തന്നെ അതിലേക്ക് കടന്നു വരുന്നു. അത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ളൊരു പുതിയൊരു താളം അദ്ദേഹത്തിൻ്റെ കൈകളിൽ അതൊരു പുതിയ താളമായിട്ട്, ഈ പദങ്ങൾ പുതിയൊരു താളമായിട്ട് വരുന്നു. എന്നാൽ നഗര കേന്ദ്രീകൃതമായ കഥകളുണ്ട്, ധാരാളം കഥകൾ. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെയോ അല്ലെങ്കിൽ തൃശ്ശൂരെന്നോ പ്രത്യേകിച്ച് പേരില്ല എങ്കിലും ഈ ഒരു ഭൂമിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നഗര കേന്ദ്രീകൃതമായ കഥകൾ, ആ കഥകളിലുമൊക്കെ അവിടെയും അദ്ദേഹത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഭാഷ ഇതിലേക്ക് കടന്നു വരികയാണ്. അതിലെ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ ഒക്കെ ആ ഭാഷ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ അതൊരു ഭാഷ തന്നെ മറ്റൊരു കലയായി മാറുന്ന ഒരവസ്ഥ. പുതിയ തലമുറയിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഷയും സംസ്കാരവും ഗ്രാമീണ ജീവിതവും പപ്പനാണത് ഏറ്റവും ഭംഗിയായിട്ട് പ്രതിഫലിപ്പിച്ചതും. അപ്പോൾ സിനിമയിലേക്ക് ഈ വള്ളുവനാടൻ സ്വാധീനത്തിൻ്റെ സ്ഥാനത്ത് ഈ തിരുവിതാംകൂറിൻ്റെയും അവിടുത്തെ മൾട്ടി കൾച്ചറൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ആ ഒരു കൾച്ചറൽ ഇതിൻ്റെയും
അത് പപ്പന് കൊണ്ടുവരാൻ പറ്റി. അതവിടെ നിൽപ്പുണ്ട് ഇപ്പോഴും. പിന്നീട് അതിൻ്റെ പിന്നാലെ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇല്ലേ, കുട്ടനാടൻ അതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പോസിബിളാണെന്ന് ഉള്ള അതൊരു ചെറിയ തോതിലൊരു വിപ്ലവമാണ് നടന്നത്, ഒരു റീജിയണൽ വിപ്ലവം. ഗ്രാമീണമായ ജീവിത പശ്ചാത്തലം കഥകൾക്ക് ഉപയോഗിക്കുമ്പോഴും സാർവജനീനമായ ഒരു മാനവികത അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ചില കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വളരെ കൗതുകകരമായ രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഒരിക്കലും മറക്കാനാവാത്ത തരത്തിൽ, അത്രയ്ക്കും അവിസ്മരണീയമായ തരത്തിൽ അദ്ദേഹം അതെല്ലാം ലാവണ്യാനുഭവങ്ങളാക്കി തീർത്തു. പ്രതിമയും രാജകുമാരിയും എന്നുള്ള നോവൽ 1990 മികച്ച 10 രചനകളിൽ ഒന്നായി പ്രൊഫസർ KP അപ്പൻ തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ തിരഞ്ഞെടുപ്പ് 1991 ജനുവരിയിൽ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ പത്മരാജനെ ഒരുപാട് സന്തോഷിപ്പിച്ചെന്നും ഞാൻ ഇനി സാഹിത്യരചനയിലേക്ക് അതിശക്തമായിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവൊക്കെ എന്നാണ് അദ്ദേഹം പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുള്ളത്. അത് പത്മരാജൻ്റെ ഏറ്റവും മികച്ച നോവൽ എന്നുള്ള നിലയ്ക്ക് അപ്പുറം കടന്നിട്ട് അത് മലയാളത്തിലെ ഏറ്റവും മൗലികമായ ഒരു കൃതിയായി മാറി നിൽക്കുന്നു. അതിൻ്റെ ആഖ്യാന കല വളരെ സവിശേഷമായ അപൂർവമായ സൗന്ദര്യമുള്ള ഒന്നാണ്. അത് വായിക്കുന്ന ഒരാളിന് ആധുനികതയുടെ ഒരു പുതിയ ഭാവുകത്വം ഉൾക്കൊള്ളാൻ കഴിയും. 70കളുടെ അവസാനം എത്തുമ്പോഴേക്കും അദ്ദേഹം സംവിധാന മേഖലയിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ വളരെ പക്വമായ ഒരു രചനാതലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തിരക്കഥയുടെയും ചലച്ചിത്രത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് മാറിപ്പോയതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ രചനകളെ മലയാള സാഹിത്യ ചരിത്രം വേണ്ട വിധത്തിൽ അടയാളപ്പെടുത്താത്തത്. MT ആണ് ഈ സാഹിത്യത്തിനെയും പോപ്പുലർ സിനിമയെയും ഒന്നിച്ച് ചേർക്കുന്ന ആദ്യത്തെ ഒരു ലിങ്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഭാസ്കരൻ മാഷുമൊക്കെ പിന്നീട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ രാമുമൊക്കെ അവർ ചെയ്തെങ്കിലും MT ആണത് കൺസിസ്റ്റൻ്റായിട്ട് മെയിൻ സ്ട്രീം സാഹിത്യത്തിൽ നിന്നൊരാൾ ഇങ്ങനെ ഇതായിപ്പോൾ. അപ്പോൾ പപ്പൻ ആ ഒരു പാതയിലേക്ക് പ്രവേശിച്ചു എന്ന് വേണേൽ നമുക്ക് പറയാൻ കഴിയും. കൃത്യമായിട്ട് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും ഒന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം ഞങ്ങളുടെ ആ തലമുറയിൽ ഇപ്പോൾ മൂന്തൻ ഉണ്ട്, സേതു കുറച്ചുകൂടെ സീനിയറാണ്, കുഞ്ഞബ്ദുള്ള, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ആ തലമുറയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ശബ്ദമായിരുന്നു പത്മരാജൻ്റെ ആസ് എ റൈറ്റർ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വാസ്തവത്തിൽ ആ തലമുറയിൽ നിന്ന് MTക്ക് ശേഷമുള്ള ഈ തലമുറയിൽ നിന്ന് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച് വിജയിച്ച, വളരെ വലിയ തോതിൽ വിജയിച്ച ആദ്യത്തെ എഴുത്തുകാരനാണ് പത്മരാജൻ. പക്ഷേ ആ രീതിയിൽ ഒരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളർന്നില്ലെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ അദ്ദേഹം പിന്നെ കൈവച്ച സിനിമയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യകാരനെ കുറച്ചൊക്കെ തളർത്തി കളഞ്ഞത്. പക്ഷെ അതും പ്രായത്തിൻ്റെ ഒരു പക്വമായ അവസ്ഥയിൽ അതൊക്കെ അദ്ദേഹം തിരിച്ചു പിടിക്കുമായിരുന്നു. തലമുറയുടെ ഒരു മാറ്റം വന്നപ്പം പത്മരാജനെ സിനിമാ സംവിധായകനായിട്ടാണ് കൂടുതൽ ആളുകൾ അറിയുന്നത്, എഴുത്തുകാരനായിട്ടും അറിയുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഒരു നില വന്നു. അത് ഇന്നവിറ്റബിൾ ആണെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ കഥകൾ പലതും സിനിമയായി. അതിൽ തന്നെ ഈ തരളമായ വികാരങ്ങളുടെ ആവിഷ്കാരം കൊണ്ട് അത് ജനശ്രദ്ധ ആകർഷിച്ചു. ആ കഥകൾ അനശ്വരമാവുകയാണ്. പിന്നെ കഥയിൽ സിനിമയാക്കാൻ പറ്റാത്ത പല കഥകളും ബാക്കിയുണ്ട്. അതാണ് പത്മരാജൻ്റെ യശസ് ഇനിയുള്ള കാലഘട്ടത്തിലേക്കും നീട്ടി കൊണ്ടുപോകുന്നത്. ഇത് ഒരു ഓർഡിനറി ഇഷ്യൂവിൽ പ്രസിദ്ധീകരിച്ച ഒരു ചെറുകഥയുടെ പേരിൽ ഇപ്പോഴും പത്മരാജനെ അറിയുന്നു എന്ന് പറയുന്നത് അത് പ്രസിദ്ധീകരിച്ച എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞത് എല്ലാ പത്രാധിപന്മാർക്കും ഇങ്ങനെ പറയാൻ ഓരോന്ന് കാണും. പക്ഷേ അത് ഒരു വളരെ മാനസികോല്ലാസം തരുന്ന ഒരു കാര്യമാണ്. സെല്ലുലോയിഡിൻ്റെ ദൃശ്യചാരുതയ്ക്കപ്പുറം അക്ഷരങ്ങളുടെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ എഴുത്തുകാരനായിരുന്നു പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് നമ്മുടെ ആസ്വാദക ലോകം കൂടുതൽ ചർച്ച ചെയ്യാനിരിക്കുന്നതേയുള്ളൂ. കാരണം ആ കഥകളൊക്കെ തന്നെ കാലാതിവർത്തികളാണ്, ചിരഞ്ജീവികളാണ്.